ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ അതിഥിയായും ആതിഥേയനായും കണ്ടുമുട്ടി തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ഇരുവരും ചാഴികാടന്റെ ഇടവകയിലാണ് ഒത്തുകൂടിയത്. കനത്ത ചൂടിനിടയിലും ഇരുവരുടെയും സംസാരം തെരഞ്ഞെടുപ്പ് ചൂടിനെക്കുറിച്ച് തന്നെയായിരുന്നു. ഇങ്ങനെ വല്ലപ്പോഴും എതിരെ പറയുമെങ്കിൽ പോലും ഹൃദയത്തിൽ എന്നെ സൂക്ഷിക്കുന്നത്. തോമസ് ചാഴികാടന്റെ ഇടവകയായ കോട്ടയം SH മൗണ്ട് ദേവാലയത്തിലായിരുന്നു ഈ ഒത്തുചേരൽ. ഇടവകയിലെ ഊട്ടുനേർച്ചയിൽ ചാഴികാടൻ പങ്കെടുക്കുമ്പോഴാണ് അതിഥിയായി ഫ്രാൻസിസ് ജോർജിന്റെ കടന്നുവരവ്. എല്ലാ ആതിഥ്യ മര്യാദയോടും കൂടി ഫ്രാൻസിസ് ജോർജിനെ ചാഴികാടൻ സ്വീകരിച്ചു. അല്പനേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം ഇരുവരും നേർച്ചയിൽ പങ്കെടുക്കാനെത്തിയ വിശ്വാസികളെ നേരിൽ കണ്ട് വോട്ട് തേടി. തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് ഇരുവരുടെയും മറുപടി ഇങ്ങനെ: അല്ല, ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ സ്നേഹവും സൗഹൃദമാണല്ലോ, അതിനകത്തൊരു മാറ്റമില്ലല്ലോ. പിന്നെ ഇന്നിങ്ങനെ ഊട്ടുനേർച്ച ഇന്ന് പല ദേവാലയങ്ങളുണ്ട്. ഞാൻ രാവിലെ ആരക്കുന്നം പള്ളിയിലായിരുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇവിടെ SH മൗണ്ട് ദേവാലയത്തിലാണ്. ഞങ്ങൾ തമ്മിൽ സ്ഥാനാർത്ഥികളാണെങ്കിലും യാതൊരു വ്യക്തിപരമായ എതിർപ്പുമില്ല. ഞങ്ങളത് എപ്പോൾ കണ്ടാലും വളരെ സൗഹൃദത്തോടു കൂടി തന്നെയാണ് പേര്. പണ്ടും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. കനത്ത ചൂടിൽ വാടിത്തളരുമോ എന്ന ചോദ്യത്തിന് രണ്ടുപേർക്കും പറയാനുള്ളത് ഒരേ മറുപടി: ചൂടും മഴയൊക്കെ മാറി മാറി വരും. അതൊക്കെ അങ്ങ് ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ മറ്റു ചൂടുകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. കാലാവസ്ഥയൊന്നും പ്രശ്നമല്ല. നമ്മളൊക്കെ ദിവസവും വെയിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും അനുഭവിക്കുന്ന പോലുള്ള ഒരു അനുഭവം നമുക്കും ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ ഇടവേളയിൽ ഒപ്പമുണ്ടായിരുന്നവർക്കൊപ്പം ചാഴികാടൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും സൗഹൃദ സംഭാഷണം തുടർന്നു. ഒടുവിൽ പരസ്പരം കൈകൊടുത്ത് ഇരുവരും വോട്ട് തേടി ഇരുവഴിക്ക് തിരിച്ചു. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.